ഹലോ എവരിവൺ. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഫീ റിമൈൻഡേഴ്സും ആബ്സെൻ്റ് അലേർട്ടും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓട്ടോമാറ്റിക്കലി ഇത്ര ഇപ്പം ഈ ഒരു 1-ാം തീയതിയാണ് അവർ ഫീ അടക്കാനുണ്ടായിരുന്നത്. പക്ഷേ അവർ 1-ാം തീയതി കഴിഞ്ഞിട്ടും ഫീ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഫീ അടക്കുന്നത് വരെ ഓട്ടോമാറ്റിക്കലി പാരൻറ്റിന് വാട്സപ്പിലൂടെ മെസ്സേജ് പോകുന്ന ഒരു സിസ്റ്റം എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർത്തെടുത്തിട്ട് അവർക്ക് റിമൈൻഡർ അയക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അവർ അടക്കുന്നത് വരെ അവർക്കൊരു റിമൈൻഡർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ആബ്സെൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസുകൾക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകുന്നത്, അതായത് 2 അതിലധികമോ ആബ്സെൻ്റ് ആകുന്ന സമയത്ത് കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകുന്ന ഒരു സിസ്റ്റവും എങ്ങനെ നമുക്ക് ട്യൂട്ട് ലിങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബോട്ടം ഭാഗത്ത് മോർ എന്ന് പറയുന്ന ആ ഒരു 3 ഡോട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ റിമൈൻഡേഴ്സ് ആൻഡ് അലേർട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമുക്ക് ഫീ റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും ആബ്സെൻ്റ് അലേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാം. അപ്പോൾ നമ്മൾ ഈ ഫീ റിമൈൻഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോഗിൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് ഓപ്ഷനായിട്ട് വരുന്നുണ്ട് ഏതൊക്കെ ദിവസങ്ങളിൽ ഒരു മാസത്തിൽ ഡ്യൂ ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ പേരൻറ്റിന് മെസ്സേജ് ഓട്ടോമാറ്റിക്കലി പോകണം, നിങ്ങളുടെ കുട്ടിയുടെ ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് ഏതൊക്കെ ദിവസങ്ങളിൽ അവർ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ പോകണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്കൊരു റാൻഡം ഡേയ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം 5-ാം തീയതി അവർ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 5-ാം തീയതി അവർക്കൊരു മെസ്സേജ് പോകും. എന്നിട്ടും അവർ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ 10-ാം തീയതി അവർക്ക് മെസ്സേജ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് മാറ്റാം. എന്നിട്ടും അവർ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 15-ാം തീയതി അവർക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകും. പിന്നെ 20 ആക്കണമെന്നുണ്ടെങ്കിൽ 20 ആക്കാം, 25 ആക്കണമെന്നുണ്ടെങ്കിൽ 25 ആക്കാം. അങ്ങനെ നമുക്ക് അവർക്ക് ഓരോ 5 ദിവസം കൂടുമ്പോഴും ആ മന്തിൻ്റെ പേയ്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകുന്ന സിസ്റ്റം നമുക്കിതിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതേപോലെ ആബ്സെൻ്റ് അലേർട്ടും നമുക്ക് ടോഗിൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കൺസിക്യൂട്ടീവ് ഡേയ്സിൽ അവർ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകാം എന്നുള്ള ഒരു സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 2 ദിവസം അവർ കൺസിക്യൂട്ടീവ്ലി ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പാരൻറ്റിന് മെസ്സേജ് പോകുന്ന ഒരു സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ 3 ഡേയ്സിൽ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എത്ര ദിവസം കൺസിക്യൂട്ടീവ് ആയിട്ട് ലീവ് ആകുമ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് റിമൈൻഡേഴ്സ് കൊടുക്കാം എന്നുള്ളത് നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്ത് വെക്കാം. അപ്പം ഈ 2 സിസ്റ്റം നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ആവശ്യമില്ല, ഇത് മതിയെങ്കിൽ നമുക്ക് അത്തരത്തിലും എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓട്ടോമാറ്റിക് ഫീ റിമൈൻഡർ സിസ്റ്റം ആൻഡ് ആബ്സെൻ്റ് അലേർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വരും വീഡിയോയിൽ നമുക്ക് അടുത്ത ഫീച്ചേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.